അപ്പോൾ ഇന്ന് വെനസ്ഡേ ഇന്നാണ് നമ്മുടെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഡേ 1 സ്റ്റാർട്ടിംഗ് വെയിറ്റ് നമുക്ക് നോക്കാം. 56.4 ആണ് നമ്മുടെ ഡേ 1 സ്റ്റാർട്ടിംഗ് വെയിറ്റ്. ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ 7 days 3 kg ടാർഗറ്റ് വെയിറ്റ് ലോസ് ചാലഞ്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കറണ്ട് വെയിറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഒരുപാട് നാളിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വെയിറ്റിലേക്ക് എത്തുന്നതെന്ന് തോന്നുന്നു. 56.7 ആയിരുന്നു തോന്നുന്നു ഞാൻ വെയിറ്റ് നോക്കിയത്. അപ്പോൾ നോർമലി ഞാനിപ്പോൾ ഒരു അൺയൂഷ്വൽ റുട്ടീനാകുമ്പം എനിക്ക് മാക്സിമം കൂടാറ് ഒരു 55, 55.5, 56 ഒക്കെ ആവാറുണ്ട്. പക്ഷെ അതിൽ കൂടുന്നത് കുറേ നാളിന് ശേഷമാണ്. അപ്പോൾ ഞാൻ 9 days ഇപ്പം എൻ്റെ വീട്ടിലായിരുന്നു, വെക്കേഷൻ ടൈം. അപ്പോൾ എൻ്റെ ഉറക്കം കറക്റ്റായിരുന്നില്ല, അതുപോലെ തന്നെ വാട്ടർ ഇൻടേക്ക് ഒട്ടും പ്രോപ്പർ ആയിരുന്നില്ല, അതുപോലെ തന്നെ വർക്കൗട്ട് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ റാൻഡം ഡയറ്റായിരുന്നു. പിന്നെ ഞാൻ നോർമലുള്ള റുട്ടീൻ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരങ്ങളൊന്നും തന്നെയല്ല ഞാൻ അവിടെ നിന്ന് കഴിച്ചത്. പിന്നെ സദ്യ അങ്ങനത്തെ കാര്യങ്ങളോളം ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം കൂടിയിട്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു വെയിറ്റ് വച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ലോസ് ചെയ്ത് ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് എൻ്റെ വെയിറ്റ് 53.2 or 5 ആയിരുന്നു. അപ്പോൾ ആ ഒരു എന്താ പറയുക വെയിറ്റിലോട്ട് എത്തിച്ചേരാനായിട്ടുള്ള ഒരു ടാർഗറ്റ് വെയിറ്റ് ലോസ് ചാലഞ്ചാണിത്. അപ്പോൾ ഈ ഒരു 1 week കൊണ്ട് അത് സാധിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും ഞാൻ 1 week ചാലഞ്ചാണ് ഇപ്പം എടുത്തേക്കുന്നത്, ഒരു എന്താ പറയുക സ്റ്റാർട്ടിങ് ചാലഞ്ച്. പിന്നെ അധികം എന്താ പറയുക റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡയറ്റോ അങ്ങനെയൊന്നുമല്ല ഞാൻ ഫോളോ ചെയ്യുന്നത്. അതായത് ഞാൻ എൻ്റെ നോർമൽ ഹെൽത്തി റുട്ടീനിലോട്ട് തിരിച്ചു വരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഹെൽത്തി റുട്ടീനിലോട്ട്, വളരെ ബേസിക് ആയിട്ടുള്ള റുട്ടീനിലോട്ട് തിരിച്ചു വരുമ്പോൾ തന്നെ എത്ര മാറ്റം ഉണ്ടാവുമെന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ചാലഞ്ചിൽ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ജേർണി ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് ഫോളോ ചെയ്യാനുള്ള ഒരു മീൽ പ്ലാൻ, അതായത് ഈ 7 days നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീൽ പ്ലാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ അതേപടി ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. ഞാൻ ഫോളോ ചെയ്യുന്ന റുട്ടീൻ എന്ന് പറഞ്ഞാൽ അധികം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരിക്കില്ല. പിന്നെ ഒരുപാട് സ്ട്രിക്റ്റ് റുട്ടീനിലോട്ടേക്ക് ഞാൻ പോവില്ല, കാരണം ഞാൻ എൻ്റെ നോർമൽ റെഗുലർ റുട്ടീനിലോട്ട് വരികയാണ്. അപ്പോൾ ഇത്രയും നാൾ, അതായത് ഒരു 9-10 ദിവസം ഞാൻ അൺയൂഷ്വൽ റുട്ടീനിലായിരുന്നു, കുറച്ച് അൺഹെൽത്തി റുട്ടീനിലായിരുന്നു. എൻ്റെ നോർമൽ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാനൊരു സ്ട്രിക്റ്റ് റുട്ടീനിലോട്ട് വരുന്നില്ല. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. പെട്ടെന്ന് സ്ട്രിക്റ്റ് റുട്ടീനിലോട്ട് നമ്മൾ വരുമ്പോൾ അത് നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ആയിട്ട് തോന്നും അതുമായിട്ട് അഡാപ്റ്റ് ആവാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ഹെൽത്തി റുട്ടീനിലോട്ട്, അതായത് ഒരു പ്രോപ്പർ കലറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്യുക. അതിനകത്ത് നമുക്ക് ഞാൻ നോർമലി യൂഷ്വലി വീട്ടിലുണ്ടാക്കുന്ന ആഹാരങ്ങളൊക്കെ തന്നെ കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഡയറ്റ് ഫുഡ് എന്നുള്ള രീതിയിലൊന്നും ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നില്ല. നോർമൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആഹാരങ്ങളൊക്കെ ഒരു കലറി ഡെഫിസിറ്റിൽ കഴിക്കുക. പിന്നെ ഡെയിലി ഒരു 30 minutes എങ്കിലും ആക്ടിവിറ്റി ചെയ്യുക. പിന്നെ ഒരു മിനിമം 2 liter വെള്ളമെങ്കിലും ഡെയിലി കുടിക്കുക. അതുപോലെ തന്നെ പ്രോപ്പർ ടൈമിൽ ഉറങ്ങുക. അത് ഞാൻ അവിടുന്ന് എനിക്ക് ലാക്ക് ചെയ്തൊരു കാര്യമായിരുന്നു. ഒരുപാട് ലേറ്റ് ആയിട്ടായിരുന്നു ഞാൻ ഉറങ്ങിയത്, അതുപോലെ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടായിരുന്നു എഴുന്നേറ്റത്. അതൊന്നും എൻ്റെ നോർമൽ റുട്ടീനിൽ ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പം സ്ലീപ്പ് പാറ്റേൺ മാറുമ്പോൾ പോലും നമ്മുടെ വെയിറ്റ് എത്രത്തോളം കൂടുന്നതെന്ന് ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഏകദേശം ഒരു 3 kg ആണ് ഞാൻ ഈ ഒരു 9-10 ദിവസം കൊണ്ട് ഗെയിൻ ചെയ്തത്. അപ്പോൾ നമ്മൾ ഡയറ്റും വർക്കൗട്ടും മാത്രമല്ല, വർക്കൗട്ടും ഞാൻ ഉണ്ടായിരുന്നില്ല. 10 ദിവസം ഞാൻ വർക്കൗട്ട് എന്നുള്ള രീതിയിൽ ഒരു ആക്ടിവിറ്റീസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ വെയിറ്റ് ഗെയിൻ ആക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഈ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത്, എൻ്റെ വാട്ടർ ഇൻടേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളും സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഞാൻ എടുക്കുന്ന വീഡിയോ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് ഡേ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ വാട്ടർ ഇൻടേക്ക് ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ മോർണിംഗ് എഴുന്നേറ്റ മുതൽ ഇപ്പം ഏകദേശം ഒരു 8:30 ഒക്കെ ആയിട്ടുണ്ടാകും. ഈ ഒരു സമയം കൊണ്ട് ഞാൻ 1/2 liter വാട്ടർ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ടാർഗറ്റ് വാട്ടർ ഇൻടേക്ക് എന്ന് പറയുന്നത് മിനിമം 2 liter ആണ്. അതിൽ കൂടുതൽ എടുക്കാൻ പറ്റും, 2.5 liter ഒക്കെ എടുക്കണമെന്നുണ്ട്. പക്ഷേ മിനിമം 2 liter ഞാൻ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ 1/2 liter ഇപ്പോൾ ഓൾറെഡി ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇന്ന് ഡേ 1 എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറുമാണ്. ഞാൻ എപ്പോഴും ഏത് ചാലഞ്ച്, അതായത് ഡെയിലി വ്ളോഗിൻ്റെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ എപ്പോഴും ഇഡ്ഡലിയാണ് കഴിക്കുക. അതെന്ത് കോയിൻസിഡൻസ് ആണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് 3 ഇഡ്ഡലിയും അതിൻ്റെ കൂടെ തന്നെ ഒരു ബൗൾ സാമ്പാറുമാണ് കഴിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ പച്ചക്കറിയും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് 2 ഇഡ്ഡലി കഴിച്ചാലും കുഴപ്പമില്ല, 3 ഇഡ്ഡലി കഴിച്ചാലും കുഴപ്പമില്ല. അതിൽ കൂടുതൽ കഴിക്കരുത്. മാക്സിമം 3 ഇഡ്ഡലി വരെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റാവുന്നത്. സാമ്പാർ നല്ലപോലെ ഒരു ബൗളെങ്കിലും എടുത്ത് കഴിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വന്നതിന് ശേഷം നല്ല വർക്കായിരുന്നു. അപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിപ്പം 11 o'clock ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് ഒരു റോബസ്റ്റ ബനാനയാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട് വേണമെങ്കിലും കഴിക്കാം. അല്ലെങ്കിൽ നട്ട്സ് ആണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാം. ഒരു പിടി നട്ട്സൊക്കെ നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം വാട്ടറായിട്ട്, അതായത് ഒരു ഡീറ്റോക്സ് ഡയറ്റ് പോലെ എടുക്കുന്നവർക്കാണെങ്കിൽ ഈ സമയത്ത് സ്നാക്സ് ഒന്നും കഴിക്കാതെ എന്തെങ്കിലും ഒരു ഹെർബൽ ടീയോ അല്ലെങ്കിൽ ചിയാ സീഡ് വാട്ടറോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് കഴിക്കുന്നത്.
ഇതാണ് എൻ്റെ ലഞ്ച്. ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ റൈസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സാമ്പാർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ആയിട്ട് ചീരയുടെ തോരനും അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പീസ്, ഒരു 30 ഗ്രാം വരുന്ന ഒരു ഫിഷ് ഫ്രൈ ആണ്. ഷാലോ ഫ്രൈ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. പിന്നെ വൈകുന്നേരം ഒരു 4 മണി, 3:30-4 മണിയൊക്കെ ആയപ്പോൾ ഞാനൊരു ചായ കുടിച്ചു. വേറെ സ്നാക്കും കാര്യങ്ങളൊന്നും എടുത്തില്ല. നല്ലപോലെ മിൽക്ക് ആഡ് ചെയ്തിട്ടുള്ള ടീ ആണ്. അത്യാവശ്യം ഏകദേശം ഒരു ടീസ്പൂൺ ഷുഗറും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോൾ ഞാൻ നടക്കാൻ പോയി. അപ്പോൾ നടന്നപ്പം ഏകദേശം ഒരു 5 മുതൽ 6 കിലോമീറ്റർ വരെ നടന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 10,000 സ്റ്റെപ്സ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ നടക്കുക, അല്ലെങ്കിൽ നോർമൽ കൈൻഡ് ഓഫ് എന്തെങ്കിലും വെയിറ്റ് ട്രെയിനിങ്, സ്ട്രെങ്ത് ട്രെയിനിങ്, കാർഡിയോ, അങ്ങനെ ഏത് വർക്കൗട്ട് വേണമെങ്കിലും ചെയ്യാം. എന്തായാലും മിനിമം 30 മിനിറ്റ്സ് ആക്ടിവിറ്റി നമ്മുടെ ഈ ഒരു ചാലഞ്ചിൽ മസ്റ്റാണ് കേട്ടോ. മിനിമം 30. ഞാൻ ഇന്ന് ഏകദേശം ഒരു 1 അവറോളം നടന്നിട്ടുണ്ടായിരുന്നു. അത്രയൊന്നും നിങ്ങൾ ചെയ്യണമെന്നില്ല. ഒരു മിനിമം 30 മിനിറ്റ്സ്, 20 to 30 മിനിറ്റ്സ് വർക്കൗട്ട് നമുക്ക് മസ്റ്റാണ്. അത് നമ്മുടെ മെറ്റബോളിസം കൂട്ടാനും അതുപോലെ തന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാനും, പിന്നെ നമുക്ക് ബ്ലോട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് ഡയറ്റ് അത് മാത്രമല്ലാതെ മാക്സിമം ആക്റ്റീവായിട്ടിരിക്കാൻ നോക്കുക. ഒരു ദിവസം നമ്മൾ മിനിമം 10,000 സ്റ്റെപ്സ് എടുക്കണം എന്നൊക്കെയാണ് WHO റെക്കമെൻഡ് ചെയ്യുന്നത്. അത്രയും എടുക്കാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 5,000 സ്റ്റെപ്സ് എങ്കിലും നിങ്ങൾ കവർ ചെയ്യാൻ നോക്കുക. അതുകൂടാതെ എക്സസൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യുക. മിനിമം 30 മിനിറ്റ്സ് വർക്കൗട്ട് നമുക്ക് ഈ ചാലഞ്ചിൽ മസ്റ്റാണ്. വാക്കിംഗ് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഞാൻ ഡിന്നർ കഴിച്ചു. അപ്പോൾ നിങ്ങൾക്കും വർക്കൗട്ട് ഫിനിഷ് ചെയ്ത് മിനിമം 20 മിനിറ്റ്സിനുള്ളിൽ തന്നെ നിങ്ങൾ ഡിന്നറോ അല്ലെങ്കിൽ എന്ത് ഫുഡാണോ അത് കഴിച്ചിരിക്കണം. അതിനകത്ത് പ്രോട്ടീൻ മസ്റ്റ് ആയിരിക്കണം. എന്നാലേ നമ്മുടെ മസിൽ റിക്കവറിയൊക്കെ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ ഏകദേശം 6:30 ആകുമ്പോൾ തന്നെ ഞാൻ ഡിന്നർ ഫിനിഷ് ചെയ്തു. സ്വീറ്റ് പൊട്ടറ്റോവും ഫിഷ് കറിയുമാണ് ഞാൻ ഇന്നെൻ്റെ ഡിന്നറായിട്ട് കഴിച്ചത്. അപ്പോൾ ഇനി എൻ്റെ ഫാസ്റ്റിംഗ് വിൻഡോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഡേ 1 ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റഡ് ഡയറ്റാണ്. അപ്പോൾ ഡയറ്റ് ഞാനിന്ന് വളരെ പ്രോപ്പറായിട്ടാണ് ചെയ്തത്. ഏകദേശം ഒരു 6:30 ആകുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഈറ്റിംഗ് വിൻഡോ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ ഞാൻ ഫാസ്റ്റിങ്ങിലാണ്. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് ഏകദേശം ഒരു 2.5 ലിറ്റർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു എനിക്ക് അധികം ക്ഷീണവും തലവേദനയും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പലരും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറ്റ് പ്രോപ്പറായിട്ട് ചെയ്യും, പക്ഷേ ഹൈഡ്രേഷൻ പാർട്ടിൽ വളരെയധികം പിശുക്ക് കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു അശ്രദ്ധ ഉണ്ടാവുന്നത് ഞാൻ കാണാറുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ 15 ഡേയ്സ് ചാലഞ്ച് നമ്മൾ ബിഫിറ്റ് സ്ക്വാഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ക്ലൈൻസ് ആണെങ്കിൽ അവർ ഡയറ്റ് ചെയ്യുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ വെള്ളത്തിൻ്റെ കാര്യം വരുമ്പം ലെസ് ദാൻ 2 ലിറ്റർ ഒക്കെയാണ് കുടിക്കുന്നതായിട്ട് കാണാറ്. പലപ്പോഴും റിമൈൻഡ് ചെയ്യുമ്പോഴും ഈ ഒരു കാര്യത്തിൽ എന്താ പറയുക കോംപ്രമൈസ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് പലർക്കും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം ക്രേവിങ്സും അതുപോലെ തന്നെ തലവേദനയും തളർച്ചയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. നമുക്ക് നമ്മുടെയൊക്കെ ഒരു ബോഡി വെയിറ്റ് അനുസരിച്ച് ഏകദേശം ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ഡെയിലി കുടിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ 2.5 ലിറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ബോഡി വെയിറ്റിന് അത്രയേ ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫുഡ് സ്കിപ്പ് ചെയ്ത് പോയാലോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു എക്സ്ട്രാ കഴിച്ചു പോയി കഴിഞ്ഞാലോ നിങ്ങൾ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട. പക്ഷേ വെള്ളത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ യാതൊരുവിധ കോംപ്രമൈസും കാണിക്കരുത്. മിനിമം 2.5 ലിറ്റർ അല്ലെങ്കിൽ 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. അപ്പോൾ വെള്ളം പ്രോപ്പറായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലവേദന ഒഴിവാക്കാം, തളർച്ച ഒഴിവാക്കാം, പിന്നെ ക്രേവിങ്സ് മധുരത്തിനോടും അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനൊക്കെ വരുന്ന ഒരു ക്രേവിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെയുള്ളത് ആക്ടിവിറ്റി ലെവലാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഔട്ട്ഡോർ വാക്കാണ് ചെയ്തത്. ഏകദേശം ഒരു 10,000 സ്റ്റെപ്സ് കവർ ചെയ്തിട്ടുണ്ട്, 300+ കലോറീസ് ബേൺ ചെയ്തിട്ടുണ്ട്, 6 കിലോമീറ്റേഴ്സോളം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ എൻ്റെ വർക്കൗട്ട്. അപ്പോൾ നാളെ മുതൽ കുറച്ചും കൂടെ വർക്കൗട്ട് ആയിട്ട് തന്നെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഈ നടത്തമല്ലാതെ ഒരു വെയിറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ് പോലെ എന്തെങ്കിലും ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കട്ടെ, അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, അതായത് ആക്ടിവിറ്റി ലെവല്, ഹൈഡ്രേഷൻ പാർട്ട്, ഡയറ്റ് എല്ലാം ഇന്ന് പ്രോപ്പർ ആയിരുന്നു. ഇനിയുള്ളത് ഉറക്കത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ കിടന്നുറങ്ങാനായിട്ട് വിചാരിക്കണം. ഒരു 10:30 അറ്റ്ലീസ്റ്റ് മാക്സിമം ഒരു 11 ആകുമ്പോഴേക്കും കിടന്നുറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് മിനിമം ഒരു 6 to 7 hours സ്ലീപ്പെങ്കിലും വേണം. അപ്പോൾ ഇങ്ങനെയുള്ള ഹാബിറ്റ്സ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾ ചെയ്യുന്ന ഡയറ്റിനും നിങ്ങൾ ചെയ്യുന്ന വർക്കൗട്ടിനും ഒക്കെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു 7 ഡേയ്സിനുള്ളിൽ എത്രത്തോളം റിസൾട്ട് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഇത്രയും കാര്യങ്ങൾ ഒരുപാട് ചെക്ക് ലിസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞു. നിങ്ങളുടെ ചെക്ക് ലിസ്റ്റും കൂടെ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.